എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 8 നമ്മുടെ നാടിനെയൊക്കെ നടുക്കിയിട്ടുള്ള കവളപ്പാറ ദുരന്തം നേരിട്ട് 6 വർഷം തികയാണെന്ന്. എന്നും ആ കണ്ണീരോർമ്മ മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ച് വളർന്ന ഭൂമി, ജനിച്ച സമയം മുതൽ കണ്ടു വളർന്ന ആളുകൾ എല്ലാവരും വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് 6 വർഷം തികയാണ്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ നാടും വീടും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ഥലങ്ങളെല്ലാവർക്കും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ആ ഓർമ്മയൊന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്ത ഒന്നാണ്. ഇന്ന് ഇവിടെ അനുസ്മരണ യോഗം ഉണ്ടായിരുന്നു. അവരെ ഓരോ വർഷം നമ്മൾ മനസ്സിൽ അത്രയും കൊണ്ടു നടന്ന ആൾക്കാരല്ലേ. അത് എത്ര കണ്ടാലും നമുക്കത് മതിവരാത്ത എന്താ പറയണ്ടേന്നറിയില്ല. അപ്പോൾ ഓരോ വർഷത്തും നമുക്ക് അവരെ പുതുക്കി നമ്മളെ ഓർമ്മ പുതുക്കുകയാണ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കാൻ ശ്രമിക്കും. പിന്നെ ആ മണ്ണും ജനങ്ങളെയൊന്നും ഒരിക്കലും നമ്മൾ മനസ്സിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത ഒന്നാണ്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, ഇങ്ങോട്ട് വരാറില്ല. ഇപ്പോൾ കവളപ്പാറയിൽ അവിടെയാണല്ലോ നമ്മൾ ജനിച്ച് വളർന്ന വീടും സ്ഥലവും. അപ്പോൾ അവിടെ എല്ലാ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, എന്താ ഇങ്ങോട്ട് വരാത്തത്, ഇവിടേക്ക് വന്ന ഇടയ്ക്കൊക്കെ നിന്ന് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അവിടെ ഇപ്പം നമ്മൾ താമസിക്കുന്ന നെട്ടിക്കുളത്താണ്. കവളപ്പാറയിൽ നിന്ന് 5 കിലോമീറ്റർ മാറിയിട്ടാണ് നെട്ടിക്കുളത്ത് താമസിക്കുന്നത്. ഇപ്പോൾ എപ്പോഴായാലും കവളപ്പാറയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു വിങ്ങലാണ്. കാരണം നമ്മൾ കണ്ട ഭൂമിയല്ല അതിപ്പോൾ. നമ്മളവിടെ ജനിച്ച് വളർന്നപ്പോൾ എത്രങ്ങാനും ഓരോ സുഖസൗകര്യം മാത്രമല്ല, ഇപ്പോൾ തോട്, പുഴ, നമ്മൾ കളിച്ച് നടന്ന സ്ഥലം, ആളുകൾ എല്ലാം കണ്ടിട്ട് അതൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രകൃതി കവർന്നെടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണത്. അതും ഇപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായപ്പോൾ എടുത്ത് പറയാം, ഭവ്യ, ജീഷ്ണ, അവരെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിങ്ങലാണ് ഇവർ. കാരണം ഭവ്യൊക്കെ ചെറുപ്പം മുതലേ എൻ്റെ കൂടെ പഠിച്ച, ഇപ്പോൾ എൻ്റെ സീനിയറാണ്, പക്ഷെ പ്രായം കൊണ്ട് എൻ്റെ ചെറുതാണ്. അവളൊക്കെ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്ന് അംഗനവാടിക്ക് ഒരുമിച്ച്, സ്കൂളിൽ നിന്ന് ഒരുമിച്ച്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, അത് കഴിഞ്ഞ് ഞാൻ പോളിടെക്നിക്കാണ് പഠിച്ചത്, കോട്ടക്കൽ പോളിയിലാണ് പഠിച്ചത്. അവിടെ ആയാലും അവളെൻ്റെ സീനിയറായിട്ടാണ് വർക്ക് ചെയ്ത്. അതും ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും PSC കോച്ചിങ്ങിന് പോയി. അതിവിടെ ചുങ്കത്ര സ്മാർട്ടിലായിരുന്നു പഠിച്ചത്. അതും ഞങ്ങൾ ഒരുമിച്ച ക്ലാസ്സിനൊക്കെ പോകുന്നത്, പഠിച്ചതും എല്ലാം ഒരുമിച്ചായിരുന്നു. അത്രയ്ക്ക് ബ്രില്യൻ്റ് ആയൊരു കുട്ടിയായിരുന്നു. ബ്രില്യൻ്റ് പറഞ്ഞാൽ അവളിങ്ങനെ ഇരുന്ന് പഠിക്കുന്ന സ്വഭാവമല്ല, പക്ഷെ അവൾ എല്ലാം മൈന്യൂട്ടായിട്ട് ക്യാച്ച് ചെയ്യും. അത്രയ്ക്ക് ടാലൻറ്റഡ് ആയിരുന്നു. പിന്നെ അത്രയും കുറേ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മളെ വിട്ടു പോയതിന് ശേഷമാണ് അവൾക്ക് ജോലീൻ്റെ ഇത് വന്നത്. അവൾ എഴുതിയ എക്സാമിൽ അവൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വേദനയൊക്കെ അവൾ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചുണ്ടാക്കിയതാണ്. അപ്പം അതൊക്കെ സങ്കടമാണ്. സങ്കടം എന്ന് പറഞ്ഞാൽ അവൾ എത്രങ്ങാനും ആഗ്രഹം വെച്ചിട്ടായിരിക്കും അതൊക്കെ പഠിച്ചുണ്ടാക്കിയത്. അവളെ ക്യാരക്ടർ ഇങ്ങനെ പൊട്ടിത്തെറിഞ്ഞ് കുട്ടിത്തായിട്ട് നടക്കുമല്ലോ, അങ്ങനെ നടന്ന് എല്ലാം പഠിച്ചെടുത്ത് അങ്ങനെ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നു അവള്. പക്ഷെ എന്തു പറയാനാ, വിധിയാണ് എല്ലാം. അതേപോലെ ജീഷ്ണേനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ പറയും ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആയുസ് കൂടുന്നു പറയും. വെറുതെ കേട്ടോ. കാരണം അവളൊക്കെ എന്ത് പറഞ്ഞാലും ചിരിയാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞ് രണ്ടാമത് എന്തെങ്കിലും പറയുമ്പോഴേക്കും നമ്മളെ ചിരിപ്പിച്ച് അത്ര നമ്മൾ ഒരു ഇതാക്കും. അവളെ കൂടെയൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പം നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടോ ഞങ്ങൾ കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ വളർന്ന ആൾക്കാരാണ്. അവളെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നു. അവളെ ഏട്ടനും അതെ, വിഷ്ണു പട്ടാളക്കാരനായിരുന്നു. അവനും അവളെ കല്യാണം കൂടാൻ വേണ്ടി വന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, വിധി എല്ലാവരെയും മാറ്റിമറിച്ചു എന്നൊക്കെ പറയില്ല, അതാണ് സംഭവം. അവരെ രണ്ടുപേരെയും കൊണ്ടുപോയി. ഇത് ഞാൻ എൻ്റെ ഉറ്റ സുഹൃത്തുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും നമ്മളെ ഉറ്റവരാണ്. പറഞ്ഞാൽ ആ നാടും വീടും എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെട്ടുറപ്പുള്ള സ്ഥലമാണ്.
നമ്മൾ പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നു. ഇപ്പോൾ അടുത്ത വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ നമ്മളത് പരിഹരിക്കാനും, ഒരാൾക്ക് വയ്യെങ്കിലും എങ്ങനെയാലും ഒരുമിച്ച് നമ്മളത് കൊണ്ടു നടക്കുക. അങ്ങനെ ഒരു ചുറ്റും മതിൽക്കെട്ട്, ഇപ്പം എത്ര സ്ഥലങ്ങളുണ്ടെങ്കിലും അവർക്കൊന്നും മതിൽക്കെട്ടുകളില്ല. ബന്ധത്തിനായാലും സ്നേഹത്തിനായാലും ഒന്നിനും. അറ്റ്ലീസ്റ്റ് ഒരു വീട് വെച്ച്, ഒരു വലിയ വീട് വെച്ചാലും ആ വീടിനൊന്നും മതിൽക്കെട്ടുകൾ അവരുണ്ടാക്കൂല. അങ്ങനെയാണ് ഒരു നാട് കഴിഞ്ഞിരുന്നത്. ആ നാട്ടിൽ നിന്നാണ് നമ്മളൊരു 59 ആൾക്കാരെ നമ്മൾ വിട്ടുപിരിഞ്ഞ് പോകുന്നത്. പിന്നെ രാവിലെ മുതലേ നമ്മൾ ഇതിപ്പോൾ ഓർമ്മ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ അവരെ ഫോട്ടോസും ഇതൊക്കെ വെച്ച് രാവിലെ മുതലേ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കാണുമ്പോൾ അത് സഹിക്കാൻ പറ്റാത്തൊരു സംഭവം കേട്ടോ. അപ്പോൾ ഓരോരുത്തരും അവരുടെ അച്ഛനമ്മമാരും സഹോദരങ്ങളും മക്കളും ഇങ്ങനെ അവരൊക്കെ വിട്ടിങ്ങനെ പിരിയുമ്പോഴേ, വിട്ടു പോകുമ്പോൾ ഭയങ്കര അതിങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതൊക്കെ ഓർമ്മ വരും എല്ലാതും. പിന്നെയെന്ന് വെച്ചാൽ എന്താ, അവരൊക്കെ ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത് ഒരു മെയ് 2-ാം തീയതി, അതായത് 2019 മെയ് 2-നാണ് കല്യാണം കഴിഞ്ഞത്. ഇവരൊക്കെ ചിലപ്പോൾ എന്താ അവസാനമായിട്ട് ആഘോഷിച്ചൊരു ആഘോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ വിവാഹത്തിനായിരിക്കും. ഇപ്പോൾ മെയ് 2-ന് കല്യാണം കഴിഞ്ഞു, ആഗസ്റ്റ് 8-നാണ് ഈ ദുരന്തം ഉണ്ടാവുന്നത് തന്നെ. അപ്പോൾ ആ ആളുകളൊക്കെ കല്യാണത്തിൻ്റെ തലേന്നും കല്യാണത്തിനൊക്കെ വന്നിട്ട് ഭയങ്കര തിമിർന്ന് ആടിയതാണ്. കാരണം അവരുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. ഇപ്പോൾ നമ്മളെ വിട്ടുപോയ ആൾക്കാരൊക്കെ കല്യാണത്തിന് പങ്കെടുത്തിട്ട് അന്ന് ആഘോഷിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിങ്ങലാട്ടോ. അതെല്ലാം ഓർക്കുമ്പോൾ ഓരോരോ എന്താ പറയുക സങ്കടം. എത്ര വർഷം കഴിഞ്ഞാലും അവരൊന്നും മറന്നു പോകില്ല. പിന്നെ ആ ഭൂമി അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോന്ന് വെച്ചാൽ ഇപ്പം അവിടെ ജനവാസയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആകെ കാട് മൂടി കിടക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൃഷിഭൂമിയാക്കി മാറ്റിയിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ നമുക്ക് വാസയോഗ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ആരും പോകുന്നില്ല. വളരെ അപൂർവം. ഇപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു റോഡാണ്, ഒരു മലേൻ്റെ അപ്പുറത്ത് നടുവ് കൂടെ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുകൾ മാത്രമേ ഇപ്പം അവിടെ വാസയോഗ്യമായിട്ട് നിൽക്കുന്നുള്ളൂ. ഈ ഒരു ദുരന്തം കൊണ്ട് നമ്മുടെ എത്ര കുടുംബങ്ങൾ അറിയോ അനാഥരായിട്ടില്ല. അവിടെയുള്ള ഓരോ കുടുംബങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജീഷ്ണേൻ്റെ ഏട്ടൻ ജിഷ്ണു, അവനിപ്പോൾ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ കല്യാണം കഴിച്ചു, അവന് ഒറ്റയ്ക്കായതുകൊണ്ട് കല്യാണം കഴിച്ചു. ഇപ്പോൾ കൂടെ ഒരു പാർട്ട്ണറുണ്ട്. പക്ഷെ അവൻ്റെ അച്ഛനും അമ്മയും സഹോദരി എല്ലാവരും നഷ്ടപ്പെട്ടപ്പോൾ അവരൊരു എന്താ പറയുക, നമുക്കത് എങ്ങനെയാലും മായ്ക്കാൻ പറ്റില്ല. ഒരു അനാഥത്വം എന്ന് പറഞ്ഞാൽ അവരെ നഷ്ടപ്പെടുമ്പോൾ ഒരു നഷ്ടം തന്നെയാണത്. അതേപോലെ ശ്രീജിത്ത്, അതായത് എൻ്റെ ഫ്രണ്ട് ശ്യാമൊക്കെ ഉണ്ടായിരുന്നു. ശ്യാമിൻ്റെ അച്ഛനും അമ്മയും അനിയത്തി അച്ഛനും എല്ലാവരും അവരെ വിട്ടു പോയതാണ്. അവൻ്റെ അനിയൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവരൊക്കെ രക്ഷപ്പെട്ടു. അങ്ങനെ ഓരോരോ വ്യക്തികൾ അവിടെ ഇപ്പോൾ 59 ആളുകൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരാണ്. അവരുടെ ഓരോ കുടുംബത്തിലെ ഇതെല്ലാം ഓരോരോ കുടുംബങ്ങളാണ്. ഒരു കുടുംബത്തിൽ ഇത്രയും ആളുകൾ 5, 6, 7 ആളുകൾ മരിക്കുന്നു. അതൊക്കെ ആകുമ്പോൾ എങ്ങനെയാ അതൊക്കെ സഹിക്കുക? നമ്മുടെ അത്ര ഉറ്റവരല്ല ഈ വിട്ടു പോകുന്നത്, ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അന്നേ ദിവസം തന്നെയാണ് നമ്മുടെ പുത്തുമലയിലും ഉരുള് പൊട്ടിയത്. അവിടെയും 11 ആളുകൾ ഏകദേശം അത് വയനാട്ടിലാണ്, ഇത് മലപ്പുറം ജില്ലയിൽ നമ്മുടെ കവളപ്പാറയിലുമാണ്.
എല്ലാം എന്താ പറയുക, ഓരോ വർഷം തോറും നമുക്കിതേ ഓരോരോ ദുരന്തങ്ങളാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി നമ്മുടെ എന്താ പറയുക കാർന്ന് തിന്നാന്നൊക്കെ പറയില്ലേ, ഒരു സന്തോഷം വരുമ്പോഴേക്കും ഒരു സങ്കടക്കടലായിട്ട് ഓരോരുത്തർ നമ്മളെ ഉറ്റവരെയൊക്കെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകുന്നതിന് തുല്യാട്ടോ ഇത്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം നടന്നപ്പോൾ ഇങ്ങനത്തെ നമ്മുടെ കുറച്ച് അനുഭവങ്ങൾ പങ്കുവെക്കണം തോന്നിയതുകൊണ്ട് മാത്രമാട്ടോ ഈ വീഡിയോ ചെയ്തത്. എന്തൊക്കെയായാലും അവരുടെ മുന്നിൽ നാം ഇപ്പതേ എല്ലാവർക്കും മുന്നിലും കൈകൂപ്പി സ്മരിക്കുക കേട്ടോ.